ഞങ്ങൾ ഒരു ആശ്രമത്തിൽ വന്നതാണ്. ഇത് ആശ്രമത്തിൻ്റെ സ്ഥലമാണ് കേട്ടോ. വെള്ളിയാങ്കരി തന്നെ ഒരു ആശ്രമമാണ്. കംപ്ലീറ്റ് ആട്, കുരങ്ങ്, ട്രൈബിള് എല്ലാം നിറഞ്ഞൊരു സ്ഥലമാണ്. കണ്ട ചക്ക് കണ്ട എടാ, ഇത് ട്രൈബിൾസാണ് ഇപ്പോൾ. ഇവരാണ് ഇതിനെ വളർത്തണത്, നോക്കണതൊക്കെ ചെയ്യുന്നത്. കണ്ട കണ്ട ഇതെല്ലാം ഇവരാ, ട്രൈബിളാ. അക്ക ഇതെല്ലാം നിങ്ങളുടെ ഇതാ? ആ അതാ, ഇവരെല്ലാം ഇവര് വളർത്തണാണ്. കണ്ട അതായത് ഇത് കാടാണ് കേട്ടോ. കാടിന്റെ നടുക്കാണ്. ഇഷ്ടംപോലെ പുളിമരങ്ങളുണ്ട്. അതായത് ഇവിടെ കരടി തൊട്ട് പുലി തൊട്ട് സിംഹം വരെ ഇവിടെ വരുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ ആശ്രമത്തിൽ പോയിട്ട് തിരിച്ചു പോവാം. അപ്പൊ തിരിച്ചു പോകുന്ന വഴിയാണ്. വഴി ചെളിയാ. ഇനി ചെരുപ്പ് ഒരു കൈ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, തിരിച്ചു പോകാൻ. ഇല്ല ഇല്ല വേണല്ലോ, വെറുതെ എടുത്ത് അക്കത് വേണമെന്ന്. പേരെന്നാക്ക? പേര് പാപ്പമ്മ. ഇവിടെ ഇവിടെ വരുമാ എപ്പോഴും? നിറയെ വരും. ചോറ് കാട്ടില്ല. ഇത് ട്രൈബിളാണ്. കണ്ട പാപ്പമ്മയാണ് പേര്. അതാണ് ആശ്രമം. കണ്ട ഇതാ ആശ്രമം. കണ്ട അതാണ് നമ്മുടെ സ്വാമി അവിടെ ഉണ്ട്. എന്താ പാപ്പമ്മ. അപ്പൊ എങ്ക താമസം അക്ക? എങ്ക താമസം? വീട് അങ്ങതാ? അതെ, അതിൻ്റെ ഉള്ളിലാണ് വീട്. കാടിൻ്റെ ഉള്ളിലാണ് വീട്. പക്കത്തില്. അത് പക്കത്തിലല്ലേ? പക്കത്തിലല്ലേ? ഊണ് കഴിച്ചാ? ഭക്ഷണം കഴിച്ച്. ഓക്കെ. ഇതെല്ലാം പാപ്പമ്മയുടെ ആടുകളാണ്. കണ്ട ഇത് മുട്ടനല്ലേ? ഇത് മുട്ടനാണ്. ഇവൻ വികൃതിയാണ്. ഇത് പാപ്പമ്മയുടെ. ഇവൻ ഡേഞ്ചറാ. ഇതാണ് പാപ്പമ്മ വളർത്തണ ആടിൻ്റെ. ഇവനെ ഭയങ്കര ഇഷ്ടം. ഇഷ്ടമാണോ? അവനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ വികൃതിയാളെന്താ പറയടാ. എന്താ സന്തോഷം കണ്ട. ഇതാണ് മനസ്സ് അല്ലേ പാപ്പ? സ്നേഹമായെല്ലാം, അതിനപ്പുറത്തൊന്നുമില്ലേ. അതാ സ്നേഹം. ശരി, നன்றി. ഞാൻ പോണ്. ശരി, നன்றി. കണ്ട ഇതെല്ലാം പാപ്പമ്മയുടെ ആടാണ്. കണ്ട ഇതെല്ലാം. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടാ. ചെളിയാം. പാത്തു പോങ്ക നോക്കി പോവാൻ. കണ്ട ഇത് കണ്ട ഈ പാപ്പമ്മനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് പാപ്പമ്മയുടെ പട്ടിയാണിത്. കണ്ട ഇവനാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കണ്ട മോനെ, പാപ്പമ്മയുടെ മോനാണിത്. കണ്ട പാപ്പമ്മനെ കൊണ്ടുവന്ന് എപ്പോഴും കൂടെ ഉണ്ടാകും. ചക്കു പോണത് നോക്കി നിൽക്കണേണവൻ. ചക്കു നിന്നെ നോക്കി നിൽക്കണേന്ന് ഒരാള്. കണ്ട ശരി. കണ്ട എന്താ ഫുള്ള്. കണ്ട ഇത് വെള്ളിയാങ്കരി മല. അവിടെ ശിവ ഇരിക്കുന്ന സ്ഥലമാണ് വെള്ളിയാങ്കരി മല. ഇത് കണ്ട റോഡ്. ഇത് ആശ്രമത്തിൻ്റെ റോഡാണ്. കണ്ട ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെളി വന്ന് നാശമായിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഏരിയ ചെയ്തുകൊണ്ടിട്ട് എല്ലാമേ റോഡെല്ലാം മുഷിഞ്ഞ് കിടക്കുന്നതാണ്. ഇത് മുള്ളുവേലിയാണ്. കണ്ട ഇത് കാലേ കൊണ്ടു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. ഞാൻ അതുകൊണ്ടിട്ട് ഇതുവഴി വരാം. കാറ്റ് കൊണ്ടിട്ട് കുറെ ഉണങ്ങി. ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പോയപ്പോ ഭയങ്കര ചെടിയായിരുന്നു. ഇപ്പൊ നല്ലോണം കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഇതുണ്ട കുഴി നോക്കിയ മഴ ഇതൊഴുകിയത്. ചക്ക ഇതാണ്ട പാപ്പമ്മയുടെ ആടാണ്. കണ്ട ചക്കു എങ്ങനെയുണ്ട്? ആടിഷ്ടമായാ?
ഡേഞ്ചറാണ് വഴി. വഴി കണ്ട, ഇത് കുഴിയാണ്. ഇത് കണ്ട, ഇത് വലിയ കുഴിയാണ്. ഇത് വലിയൊരു ഇടിഞ്ഞതാണ്. കണ്ട, ഇടിഞ്ഞു പോയതാ. ഇടിഞ്ഞ വഴിയാവുന്ന ചാല. ഇത് ഇടിഞ്ഞതാ. ഇത് ട്രെഞ്ച് കെട്ടി. അത് പാപ്പമ്മയുടെ മോളാണ് കേട്ടാ. പാപ്പമ്മ ദേവ മകളാണ് ആ വന്ന് നിക്കണത്. അത് മോളാ പാപ്പമ്മ? അത് മോളാ? ആ என்னண்டு விசேஷம்? சுகமா? நல்லா இருக்கு. ചോറ് കഴിച്ചോ? ഒരു ഹായ് പറ, ഒരു ഹായ് പറ, ഹായ് പറ. ഇങ്ങനെ പറ, കൈ കാണിച്ചു. ഇല്ല, നിങ്ങൾ പോകാ, നിങ്ങൾ പോകാ. ട്രൈബിളാണ്. കണ്ട, ഫുള്ള് മലയാണ്. കണ്ട, ചക്കു ഇതെന്ന് പറഞ്ഞാൽ ട്രെൻഡാണ്. ട്രെഞ്ച് വെട്ടിയേക്കണേണ്. കാരണം എന്ന് വെച്ചാൽ ആന അതെ ആന വരാണ്ടിരിക്കാനായിട്ട് ട്രെഞ്ച് കെട്ടിയേക്കണേ. മലയാണ് ആ കാണുന്നത്. കണ്ട, അതാണ് വെള്ളിയാങ്കിരി മല. അവിടെയാണ് ശിവ ഇരിക്കുന്നത്. അതുക്ക് താഴെയാണ് സമാധി ക്ഷേത്രം. കണ്ട, സമാധി. ഇത് ട്രെഞ്ച് വെട്ടിയേക്കണേ. ആന കടക്കാണ്ടിരിക്കാൻ ട്രെഞ്ച്, ഫുള്ള് ട്രെഞ്ച് കുത്തിയേക്കണേണ്. കണ്ട, വാ വാ വാ, ചക്കു വിളിക്കണം, വാ വാ വാ. ഓ, നമ്മ വന്നപ്പോൾ വഴി എന്തായിരുന്നല്ലേ, ഭയങ്കര ദുർഘടമായിരുന്നു. മണ്ണ്, ചെളിയും വെള്ളവും എല്ലാം കൂടി. ഇപ്പൊ കുറച്ച് വെയില് വന്നപ്പോ ഉണങ്ങി. ചക്കുവിന് ഇഷ്ടമായി ആശ്രമം? ഭയങ്കര ഹാപ്പിയായി ചക്കുവിന്. ഞാൻ ചെന്നു, ഫുഡ് കഴിച്ചു, സ്വാമിയെ നല്ല തൊഴുത് ധ്യാനിച്ചു. വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ എനിക്ക് ചായ തന്നു, സ്വീറ്റ്സ് വന്നു, എല്ലാം തന്നു. സ്വീറ്റ്സ് കാണിച്ചു കൊടുത്തു. സ്വീറ്റ്സ് വന്നത് ഇത് മാല, ഇത് എനിക്ക് സ്വാമി കോർത്ത്, സ്വാമി തന്നെ കോർത്തിട്ട് തന്നു. അതൊക്കെ കാണിച്ചു കൊടുത്തു. സ്വീറ്റ്സ് ഇതിനകത്തുണ്ട്. വേണ്ട, ഇനി പൊക്കുണ്ടാവോ? ഇത് മുല്ലമാല. കണ്ട, ഇതൊക്കെ സ്വാമി കൊടുത്ത. വഴി ഇത്തിരി ഇറങ്ങിയതാണ്. എന്നാലും വഴിയുടെ അല്ല, വഴിയല്ല വലുത്, സമാധാനം. ഇതൊക്കെ ട്രൈബിൾസ് ആണ്, ഇവിടുത്തെ ട്രൈബിളാണ്. കണ്ട, ഇതൊക്കെ ഇവിടെ ഉണ്ടാ, നോക്കിപ്പോ ഉണ്ട്. വഴി നോക്കിപ്പോട്ടാ. ഓക്കെ, നന്ദി. அண்ணா எங்கே பைப்பு எங்கே இருக்கு கழுக? 2 லிட்டர் வேணுமா? பைசா பைசா வேணுமா? அது நீங்க வந்து நீங்க கொடுத்த போறீங்க. இப்போ எனக்கு ஃப்ரீ. അത് തേന്, எனக்கு ഫ്രീ. കൊടുത്തു. തേനാണ്, കാട്ടുതേനാണ്. അപ്പൊ അവര് തരാന്ന് പറഞ്ഞു. ഇവിടുത്തെ ട്രൈബിൾസ് ആണ്, കണ്ടോ അവരെ സ്നേഹം കണ്ടോ? ആശ്രമത്തിന്റെ ആൾക്കാരാണ്. കണ്ട, ഓക്കേ, കേട്ടോ. ശരി അണ്ണേ, നന്ദി അണ്ണേ, നന്ദി. போய் வாங்க. ആ ശരി അണ്ണേ. ഇത് വഴിയാണ്. അത് ഇഷായോഗയുടെ അവിടെ നിന്നുള്ള ഇങ്ങോട്ടും പാസ് ചെയ്യുക. ഇതൊക്കെ ട്രൈബൽസിൻ്റെ വീടുകളാണ്. കാണുന്നതെല്ലാം കോളനിയാണ് കേട്ടോ. കുറച്ചും കൂടി പുരോഗമനമുണ്ട്. ഇതാണ് ആശ്രമത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യണ വഴി. ഇവിടെ നിന്ന് നടന്ന് അങ്ങാട് ആ ലാസ്റ്റ് എൻഡ് അവർ പോകണണ്ട. അവിടെയാണ് ആശ്രമം. വളരെ ശാന്തതയാണ്. അതിന് മേലെയാണ് വെള്ളിയാങ്കൽ സ്വാമി ഇരിക്കുന്ന, ശിവ സ്വയംഭൂ ഇരിക്കുന്നത്. അവിടെ ഇരുന്ന സ്വാമിയാണ് ഇവിടെ സമാധിയായി ഇരിക്കുന്ന സ്ഥലമാണ്. 1938 സ്വാമി ഇങ്ങ വന്ന് ഇരുന്നതാണ്. പിന്നെ അവിടെ 36 വർഷം ഇരുന്ന് സമാധിയായി ശാന്തിയായി. എന്തോ കാര്യം പറയാൻ വേണ്ടി പോണോ മനസ്സിലായോ? മലയിൽ നിന്ന് നോക്കിയാല് ആകെ കാണുന്നത് സ്വാമിയുടെ സമാധി മാത്രമേ കാണുള്ളൂ എന്ന് പറയുന്നു. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും കാണില്ല, ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം അത്രയും അടുത്താണ് ഇരിക്കുന്നത് സെൻറ്റർ. ഈ
മലയുടെ സെൻട്രലിലാണ് സ്വാമി സമാധിയായിരിക്കുന്നത്. ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ ഇവിടെ. പീസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളാണ് ലൈഫ്. നിങ്ങൾക്ക് ഇവിടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് വെള്ളിയാങ്കിരി മല സമാധി ക്ഷേത്രമാണ്. സമാധി ജീവസമാധിയായ സ്ഥലമാണ്. ജീവിച്ചിരുന്ന് മരണമടഞ്ഞ് സമാധിയായി ഇരിക്കുന്നൊരു സ്വാമിയുടെ ആശ്രമമാണ്. ഭയങ്കര പീസ്ഫുള്ളാണ്. അവിടെ പണമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം ഒന്നും വേണ്ട. മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. മൊബൈൽ ഔട്ട് സൈഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇൻസൈഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഭയങ്കര ശാന്തതയുള്ള ഒരു പ്ലേസാണ്. അതാ എന്താ ഇവന്മാർ എടാ മാറ് പോ പട്ടിയെ. അപ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ് ലൈഫ്. ഭയങ്കര സമാധാനമാണ്. ഇത് ഇവിടുത്തെ നമ്മുടെ അണ്ണന്മാരാണ്, ട്രൈബിളാണ്. അപ്പോൾ അണ്ണനൊക്കെയാണ് ഈ ആശ്രമത്തിൻ്റെ കുറേ കാര്യങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുന്നത്, പുറംപണിയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അണ്ണ ആശ്രമത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവിടെ വളരെ ശാന്തതയാണ്, സമാധാനമാണ്, സന്തോഷം, എല്ലാം ഉണ്ട്. സമാധാനമാണ് കണ്ട അണ്ണനൊക്കെ ഇതുകൊണ്ടിട്ടൊക്കെ അണ്ണനൊക്കെ ഒരുപാട് ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നു എല്ലാവരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാണ് അവിടെ. കണ്ട വെള്ളം ഒഴുകുന്നുണ്ട് അവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട അത് വെള്ളം ഒഴുകണ കണ്ട. ആ വെള്ളം ഇവിടെ സമാധിയിലേക്ക് എത്തും. ഇവിടെ പക്കത്തിൽ ഇങ്ങനെ വരും, സമാധിയിലേക്ക് അത് വരും. അതാ ശരിയാണെങ്കിൽ ഇവിടെ വരിക. വെള്ളിയാങ്കിരി മല ആണ്. ശിവഭഗവാൻ ഇരിക്കുന്ന സ്വയംഭൂവാണ്. 3 കല്ലാണ് ഇരിക്കുന്ന 3 സ്ഥലത്തായിട്ട്. ഗുഹാക്ഷേത്രമാണ്. പീസ്ഫുൾ ലൈഫാണ്. വളരെ ശാന്തത, മെഡിറ്റേഷൻ എല്ലാം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക. സമാധാനം, സന്തോഷം.